ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന ജീവി ഈ ഭൗതിക പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ പരിണമിച്ച് ആകസ്മികമായി ഇവിടെ ഉണ്ടായി വന്ന മറ്റു ജീവികളെപ്പോലെ തന്നെ ഒരു ജീവി മാത്രമാണ്. എന്നാൽ അങ്ങനെ കരുതുകയാണെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഭൗതിക പദാർത്ഥങ്ങൾ പരിണമിച്ച് ആകസ്മികമായി ഉണ്ടായ ഒരു വസ്തു മാത്രമാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ആസൂത്രണമോ മറ്റൊരു ലക്ഷ്യമോ ഉദ്ദേശ്യമോ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ആകസ്മികമായി ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു ജീവി മാത്രമാണ് മനുഷ്യനെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്താണ് ഒരു ലക്ഷ്യം? നമ്മളിവിടെ ജീവിക്കുന്നതിന് പിന്നെ എന്താണ് ഒരർത്ഥം? ഇങ്ങനെ പറയുന്നതിന്, ഇങ്ങനെ ഭൗതികവാദികൾ പറയുന്ന ഈ ഒരു വാദത്തിന് എന്തെങ്കിലും യുക്തിയുണ്ടോ? ഇത് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് തീരെ നിരക്കുന്നതല്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. വളരെ ബോധപൂർവം ഇതൊക്കെ സൃഷ്ടിക്കുകയും ഇതിനെ പരിപാലിക്കുകയും അതിലൂടെ മനുഷ്യനെന്ന ബുദ്ധിയുള്ള ഒരു ജീവിയെ സൃഷ്ടിക്കുകയും ആ ജീവിയിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെയോ പ്രത്യേകമായ ലക്ഷ്യത്തോടെയും ഉദ്ദേശത്തോടു കൂടിയും ഇത് സൃഷ്ടിച്ച ഒരു ബോധമുള്ള ശക്തി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ലേ നേരത്തെ പറഞ്ഞ അർത്ഥശൂന്യതയുടെ ഒരു പാതാളത്തിൽ നമ്മൾ ചെന്ന് തള്ളിയിടുന്ന ഭൗതികവാദത്തെക്കാൾ എത്രയോ യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യം? ജീവിതം ഒരർത്ഥവുമില്ലാത്ത, ഒരു ലക്ഷ്യവുമില്ലാത്ത ഒന്നാണ് എന്ന് കരുതുന്നതോടുകൂടി മനുഷ്യൻ യാതൊരു അർത്ഥവുമില്ലാത്ത, ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ഇരുട്ടിൻ്റെ പാതാളത്തിലല്ലേ ചെന്നകപ്പെടുന്നത്? നേരെ മറിച്ച് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഒരു ശക്തിയുടെ ആസൂത്രണമുണ്ടെന്നും ആ ശക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ഒരു ലക്ഷ്യവും ഒക്കെ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഭൗതികവാദത്തെക്കാൾ എത്രയോ യുക്തിസഹമായിട്ടുള്ള ഒരു ചിന്തയല്ലേ മതം മുന്നോട്ട് വയ്ക്കുന്ന ഈ ദൈവമുണ്ടെന്ന വിശ്വാസവും ദൈവവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും. ഇതാണ് ഭൗതികവാദികളുടെ നേരെ തർക്കത്തിന് വരുന്ന മതവിശ്വാസികൾ എല്ലാ സമയത്തും ഏറ്റവും പ്രധാനമായി നമ്മുടെ മുമ്പിൽ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ ഒരു കാര്യമാണ് അവർ ആദ്യം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക. ഈ പറയുന്നതിൽ തീരെ യുക്തിയില്ല എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. ആ പറയുന്നതിൽ കുറച്ചൊക്കെ യുക്തിയുണ്ട്. മനുഷ്യൻ കേവലം ഒരു ഭൗതിക പദാർത്ഥമായിട്ട് പരിണമിച്ചുണ്ടായതാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് അങ്ങനെ ഒരു നിയതമായ ലക്ഷ്യമോ അർത്ഥമോ ഒന്നും കണ്ടെത്താനാവില്ല. അതേസമയത്ത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയും ഉദ്ദേശ്യത്തോടു കൂടിയും ആരെങ്കിലും നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചതാണെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടതെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. ഇത്രയും യുക്തിസഹമായിട്ട് ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം ഇതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോഴാണ്. എന്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്നും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവിൻ്റെ കഥയുമായി വരുന്ന മതവിശ്വാസികൾ ആ കഥയുടെ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഈ ജീവിതത്തിന് ഒരർത്ഥവുമില്ല, ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല, നമ്മൾ എന്തോ ഒരു അർത്ഥശൂന്യതയുടെ പാതാളത്തിലാണ് നമ്മൾ വീണ് കിടക്കുന്നത് എന്ന് ഭൗതികവാദികളെ കുറ്റപ്പെടുത്തുന്ന വിശ്വാസി നമ്മളെ ആ പാതാളത്തിനേക്കാളും 10,000 മടങ്ങ് ആഴവും ഇരുട്ടുമുള്ള മറ്റൊരു പാതാളത്തിലാണ് നമ്മളെ കൊണ്ട് ചാടിക്കുന്നത് എന്ന ഏറ്റവും വലിയ തമാശ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവർ ഈ കഥയുടെ വിശദാംശങ്ങൾ പറയുമ്പോഴാണ്. ഇവിടെയാണ് ഞാൻ ഇസ്ലാം എന്ന മതത്തിൻ്റെ വക്താക്കൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാം എന്ന മതകഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ഒരു കഥയുടെ ഒരു രത്നചുരുക്കം ഒന്ന് പരിശോധിച്ചിട്ട് ആ രത്നചുരുക്കത്തിൽ നിന്ന്
നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും ഒക്കെ സഫലമാക്കുന്ന വലിയ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള എന്ത് സത്തയാണ് ആ കഥയിലുള്ളത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതല്ല, നമ്മൾ ഭൗതികവാദികളെക്കുറിച്ച് ഇവരുന്നയിക്കുന്ന ആ പറയുന്ന പരിമിതികളും ന്യൂനതകളും കുറ്റങ്ങളും ഒക്കെ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ഇവർ പറയുന്ന കഥയിലും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നും നമുക്ക് പരിശോധിക്കാം. അവിടെ വെച്ചാണ് ഭൗതികവാദികളും മതവിശ്വാസികളും തമ്മിലുള്ള തർക്കം ഒരു അർത്ഥപൂർണമായ തർക്കമായിട്ട് മാറുന്നത്. എന്താണ് ഇസ്ലാമിൻ്റെ കഥയുടെ രത്നചുരുക്കം? ആ രത്നചുരുക്കം ഒന്ന് പറഞ്ഞിട്ട് ആ കഥയിൽ തന്നെയുള്ള യുക്തിയും ആ കഥയിൽ തന്നെ ഉൾക്കൊള്ളുന്ന അർത്ഥവും ലക്ഷ്യവും ഒക്കെ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന സ്രഷ്ടാവ് നമുക്ക് അവിടുന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പല കാലങ്ങളിലായി പല ഘട്ടങ്ങളിലായി പലരുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുള്ള കുറേ കിതാബുകൾ അല്ലെങ്കിൽ കാറ്റലോഗുകളുണ്ട്. ഈ കാറ്റലോഗിലാണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കാറ്റലോഗിൽ പറയുന്ന കഥയനുസരിച്ച് ഈ പ്രപഞ്ചമൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് അന്ന് ദൈവം എന്ന് പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ സിംഹാസനം അന്ന് വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ അനന്തമായി പരന്നു കിടക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഒരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹു സൃഷ്ടി നടത്തുകയാണ്. അള്ളാഹു ആകാശവും ഭൂമിയും ഉണ്ടാക്കുന്നു. ഭൂമി ഉണ്ടാക്കിയതിന് ശേഷം ഭൂമിയിലെ മണ്ണ് എടുത്ത് അള്ളാഹു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തുവിനെ ഉണ്ടാക്കുന്നു. അതിനു മുമ്പ് ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്ന മറ്റ് സസ്യ ജന്തു ജാലങ്ങളൊക്കെ ഉണ്ട്. ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ പരത്തി വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുന്നു. മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റോബോട്ടുകളായ വേറെ കുറച്ച് സൃഷ്ടികളുണ്ട്. റോബോട്ടുകൾ എന്ന് പറയാൻ കാരണം അവർക്ക് ഫ്രീ വിൽ, സ്വതന്ത്രമായ ചിന്ത ഒന്നുമില്ല. അള്ളാഹു എന്താണോ ആജ്ഞാപിക്കുന്നത് അതനുസരിക്കുന്നു, അള്ളാഹു എന്താണോ നിർദ്ദേശിക്കുന്നത് അത് മാത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള അനുസരിക്കാൻ മാത്രം പരിശീലിപ്പിച്ചിട്ടുള്ള റോബോട്ടുകൾ പോലെയുള്ള ഒരു വർഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹു ഈ കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ഈ മലക്കുകളെ വിളിച്ചിട്ട്, ഈ റോബോട്ടുകളെ വിളിച്ചിട്ട് സുജൂദ് ചെയ്ത് വണങ്ങാനായിട്ട് ആവശ്യപ്പെടുന്നു. റോബോട്ടുകൾ സ്വാഭാവികമായിട്ടും അവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചോ ന്യായങ്ങളെക്കുറിച്ചോ ചിന്തിക്കാനുള്ള യുക്തിയോ ബുദ്ധിയോ അല്ല ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തു പറയുന്നോ അതനുസരിക്കുക, അതാണ് റോബോട്ടിൻ്റെ ചുമതല. ഈ റോബോട്ടുകളെല്ലാം അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ച് ഈ കളിമൺ മനുഷ്യൻ്റെ മുമ്പിൽ കുമ്പിട്ട് സുജൂദ് ചെയ്ത് വണങ്ങി. പക്ഷെ ഒരു റോബോട്ട് മാത്രം അനുസരണക്കേട് കാണിച്ചു. ആ റോബോട്ടിൻ്റെ പേരാണ് ഇബ്ലീസ്. അങ്ങനെ ഇബ്ലീസിനെ, ആ കാരണത്താൽ ഇബ്ലീസിനെ സൃഷ്ടിച്ച അള്ളാഹു അവിടെ നിന്ന് പുറത്താക്കി, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ പറയുമ്പോൾ ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, നീ എന്നെ വഞ്ചിച്ചു, നീ എന്നെ വഞ്ചിച്ചതുകൊണ്ട് നിന്നെ ഞാനും വഞ്ചിക്കും, നിനക്കിട്ട് ഞാനും ഒരു പണി തരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇബ്ലീസ് അവിടുന്ന് പുറത്തു പോകുന്നു. പുറത്തുപോയ ഇബ്ലീസ് അള്ളാഹു അറിയാതെ സ്വർഗത്തിൻ്റെ ഏതോ മൂലയിൽ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പിന്നെ ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് ജീവനൊക്കെ കൊടുത്ത് അതിന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അതിനെ സ്വർഗത്തിൽ മറ്റു ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ ഇടയിലേക്ക് ജീവിക്കാനായിട്ട് വിടുന്നു. ഒരു ഇണയെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അള്ളാഹു ഒരു നിർദ്ദേശം കൊടുക്കുന്നു, ആ തോട്ടത്തിലുള്ള ഒരു പ്രത്യേക മരത്തിൽ നിന്ന് പറിച്ച് തിന്നരുത്, അത് തിന്നാൻ പാടില്ല, ബാക്കി എന്ത് വേണേലും തിന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഈ ഇബ്ലീസ് വന്നിട്ട് ആദാമിനെയും ആദാമിൻ്റെ ഭാര്യയെയും എന്തോ പറഞ്ഞ് പറ്റിക്കുന്നു. അവരെ കൊണ്ട് ഈ അള്ളാഹു വിലക്കിയ മരത്തിൻ്റെ കായ തീറ്റിക്കുന്നു. അങ്ങനെ
അള്ളാഹുവിനെ ധിക്കരിച്ച ഇബ്ലീസ് മനുഷ്യരെ അവിടെ വെച്ച്, മനുഷ്യരുടെ ആദ്യ പിതാവും മാതാവുമായ മനുഷ്യരെ തന്നെ അവിടെ വെച്ച് പിഴപ്പിക്കുന്നു. പിന്നീട് അവരുടെ സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നു. അങ്ങനെ കഥ പല രീതിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് മനുഷ്യരെല്ലാം ഈ ഭൂമിയിൽ പരക്കുന്നു. ഈ മനുഷ്യരെ മുഴുവൻ നിരന്തരമായി പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിനാൽ കഴിയുന്ന എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് അള്ളാഹു ഇബ്ലീസും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം? അള്ളാഹു ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ആ മനുഷ്യൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങുക എന്ന ആവശ്യം ആണ് ഉന്നയിക്കുന്നത്. എന്നാൽ അള്ളാഹു ഈ കഥാപുസ്തകങ്ങളിലൂടെ പറയുന്നത് അള്ളാഹുവിന് ഒരു നിലക്കും പൊറുക്കാൻ പറ്റാത്ത ഒരൊറ്റ തിന്മ മാത്രമേ ഉള്ളൂ, ഒരു പാപം മാത്രമേ ഉള്ളൂ. അത് അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ഒന്നിൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങുക എന്നതിന് സിർക്ക് എന്ന് പറയും. ഈ സിർക്കല്ലാത്ത ഏത് തിന്മ, ഏത് മഹാപാപം നിങ്ങൾ ചെയ്താലും അതൊക്കെ അള്ളാഹു പൊറുക്കും. അള്ളാഹു ഭയങ്കര പൊറുക്കലിൻ്റെ ആശാനാണ്. നിങ്ങൾ ആകാശത്തിനും ഭൂമിയിലും ഇടയിലുള്ള അത്ര സ്ഥലം നിറയാൻ മാത്രം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ഹിമാലയത്തോളം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ആ പാപങ്ങൾ എന്തൊക്കെ പാപങ്ങളായാലും ശരി അതൊക്കെ അള്ളാഹു പൊറുക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ വണങ്ങാനും സുജൂദ് ചെയ്യാനും ആരാധിക്കാനും പോയി കഴിഞ്ഞാൽ അത് പൊറുക്കൂല. അത് ചെയ്യുന്നവരെ അള്ളാഹു തീയിലിട്ട് കത്തിക്കും. തീയിലിട്ട് വെറുതെ കണ്ട് കത്തിച്ച് കളയല്ല, അള്ളാഹുവിൻ്റെ തീക്കുണ്ടത്തിലിട്ട് അവരെ അനന്തകാലം, അവസാനിക്കാത്ത കാലം കത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കത്തിക്കുമ്പോൾ അവർ കത്തിക്കരിഞ്ഞ് നശിച്ചു പോവില്ല. പകരം അവർ ഒരു ഭാഗത്ത് കത്തുമ്പോഴേക്ക് വേറൊരു ഭാഗത്ത് അവരെ പുനഃസൃഷ്ടിക്കും, വീണ്ടും കത്തിക്കും, വീണ്ടും പുനഃസൃഷ്ടിക്കും. അങ്ങനെ നിത്യ യാതനയിൽ അവരിങ്ങനെ അനന്തമായി വേദന അനുഭവിച്ചുകൊണ്ട്, പൊളഞ്ഞുകൊണ്ട്, കരഞ്ഞു നിലവിളിച്ചുകൊണ്ട്, സ്വന്തം തൊലി കരിഞ്ഞതിൻ്റെ മണം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് അവസാനമില്ലാത്ത കാലം ആ നരകത്തിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കും. അതാണ് ശിക്ഷ. എന്തിനുള്ള ശിക്ഷ? അള്ളാഹു അല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്ത് വണങ്ങിയാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ അതാണ്. വേറെ എന്ത് പാപം ചെയ്താലും അല്ലറ ചില്ലറ ശിക്ഷയൊക്കെ നൽകിയിട്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് അപ്പുറത്ത് സ്വർഗം കൊടുക്കും. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും വേറെ ആരെയും സുജൂദ് ചെയ്യാനും വണങ്ങാനും ആരാധിക്കാനും പോവാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടിരിക്കുക എന്ന ആ കാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് അള്ളാഹു തേനും പാലും ഒഴുകുന്ന, കള്ള് ഒഴുകുന്ന, ഇഷ്ടംപോലെ കള്ളും പെണ്ണും തിന്നാനൊക്കെ കിട്ടുന്ന ഒരു സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവരെ പാർപ്പിക്കും. അവരവിടെ മരണമില്ലാതെ, കാലം അവസാനിക്കാതെ അനന്തകാലം അവരവിടെ ഇങ്ങനെ സുഖിച്ചുകൊണ്ടും ഇരിക്കും. അത് കുറച്ച് ആൾക്കാർ. എന്നാൽ മഹാഭൂരിപക്ഷ ആൾക്കാർ ഇപ്പുറത്ത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചു എന്നതിൻ്റെ പേരിൽ ഈ നരകത്തിൽ കടന്ന്, നിത്യനരകത്തിൽ കടന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അള്ളാഹു വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നിയത്. വെള്ളത്തിൽ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന് തോന്നിയതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കണമെന്നും, അങ്ങനെ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ ഒരു നരകം എന്ന് പറയുന്ന ഒരു തീക്കുണ്ടത്തിലിട്ടിട്ട് തൻ്റെ സൃഷ്ടികൾ വേദന അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണമെന്നും, കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെ കള്ളും പെണ്ണൊക്കെ ആയിട്ട് സുഖിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണമെന്നും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്, അനന്തമായ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരുപാട് സൃഷ്ടികളായ മനുഷ്യരെ നരകത്തിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയും അവർ വേദന അനുഭവിക്കുന്നത് അനന്തകാലം ആകാശത്തിൻ്റെ തട്ടും പുറത്തിരുന്ന് ഇങ്ങനെ കണ്ടാസ്വദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. കുറച്ച് ആൾക്കാർ മാത്രം അപ്പുറത്ത് കള്ളും പെണ്ണുമായിട്ട് സുഖിക്കുമ്പോൾ അതും അവിടെ ഇരുന്ന് കണ്ടു ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഈ ആസ്വാദനത്തിന് അറ്റമില്ല, അവസാനമില്ല. അപ്പോൾ വെള്ളത്തിലിങ്ങനെ ഒരു കസേരയിൽ ഒന്നുമില്ലാത്ത കാലത്ത് വെറുതെ ഇരുന്നപ്പോൾ അള്ളാഹുവിന് അങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥവുമില്ല, ലക്ഷ്യവുമില്ല എന്ന് തോന്നിയിട്ട് അള്ളാഹു കണ്ടെത്തിയ ഒരു വഴിയാണ് ഇത്. എന്ത്? അനന്തകാലം മഹാഭൂരിപക്ഷം സ്വന്തം സൃഷ്ടികളായ മനുഷ്യർ നരകത്തീയിൽ കിടന്ന് ഇങ്ങനെ വേദന അനുഭവിക്കുന്നതും, കുറച്ച് സൃഷ്ടികൾ മാത്രം അപ്പുറത്ത് കള്ളും പെണ്ണുമായിട്ട് സുഖിച്ചുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ കണ്ട് ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് ഇങ്ങനെ കസേരയിലിരുന്ന് അത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒന്നുമില്ല, ഇതിന് അവസാനമില്ല. ഇതങ്ങനെ അനന്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ
കഥയുടെ ഒരു രത്ന ചുരുക്കമാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ കഥ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ഒരിക്കലും ആരാധിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു ലക്ഷക്കണക്കിന് ഏജൻറ്റുമാരെ നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ട് ആ ഏജൻറ്റുമാർ മുഖേനയാണ് നമുക്ക് ഈ കാറ്റലോഗും ഈ വിവരവും മെസ്സേജും ഒക്കെ എത്തിച്ചു തന്നിട്ടുള്ളത്. ആ മെസ്സേജ് അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ സ്വർഗത്തിൽ പോകാം. ആ മെസ്സേജിൽ പറയുന്നതനുസരിച്ച് നമ്മൾ വേറെ വല്ലവരെയും ആരാധിച്ചുകൊണ്ടോ അള്ളാഹുവിനെ മൈൻഡ് ചെയ്യാതെയോ നമ്മളിവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യനരകത്തിൽ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനുള്ള ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആത്യന്തിക ലക്ഷ്യമായിട്ട് കാണുന്ന ഈ നിത്യനരകവും നിത്യസ്വർഗവും അതിലുള്ള അനന്തപീഡനവും അതിലുള്ള അനന്തസുഖവും ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുക എന്ന അള്ളാഹുവിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അതിനു മുമ്പ് ഒരു പരീക്ഷണ ഘട്ടമായിട്ടാണ് ഇവിടെ ഭൂമിയിൽ മനുഷ്യർക്ക് ഒരു ജീവിതം തന്നിട്ടുള്ളത്. അത് ശാശ്വതമല്ല, അതൊരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ പരീക്ഷണത്തിൽ ഒരു തമാശയുണ്ട്. ഈ പരീക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു അപ്പച്ചൻ്റെ തമാശ പോലെയാണ്. അള്ളാഹുവിന് പരീക്ഷണം നടത്തേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം അള്ളാഹുവിന് എല്ലാം മുൻകൂട്ടി അറിയാമെന്ന് മാത്രമല്ല, അള്ളാഹു തന്നെയാണ് ഓരോരുത്തരും എന്താവണം, എങ്ങനെ ആവണം, എന്ത് ചെയ്യണം, ഈ പരീക്ഷണ മൃഗങ്ങൾ എന്ന് പറയുന്ന ഈ മനുഷ്യർ തൻ്റെ പരീക്ഷണത്തിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്നതിനെ സംബന്ധിച്ച് കടുകുമണി വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അള്ളാഹു നിശ്ചയിച്ച് എഴുതി വെച്ച പ്രോജക്റ്റ് റിപ്പോർട്ടിനപ്പുറത്തേക്ക് ഈ പരീക്ഷണ മൃഗങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചെയ്യില്ല എന്നുള്ളത് അള്ളാഹുവിന് ഉറപ്പാണ്. അള്ളാഹു തന്നെയാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഞാൻ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഹലോക ജീവിതം എന്ന് പറയുന്ന ഒരു ഇടത്താവളം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പരീക്ഷണത്തിൽ ഈ പരീക്ഷണ മൃഗങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ മെസ്സേജ് കൊടുത്തയക്കുകയാണ്. ആ മെസ്സേജ് അനുസരിച്ച് ആരൊക്കെ ജീവിക്കുന്നുണ്ട്, ആ മെസ്സേജിനെ ലംഘിച്ചുകൊണ്ട് ആരൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് അറിയാനുള്ള ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ ഈ പരീക്ഷണം നടത്തുന്നത് എന്നാണ് അള്ളാഹു നമ്മളോട് ഒരു ഭാഗത്ത് പറയുന്നത്. അതേ അള്ളാഹു മറുഭാഗത്ത് നമ്മളോട് പറയുന്നത്, ഇതൊക്കെ ഞാൻ തന്നെ നേരത്തെ നിശ്ചയിച്ചതാണ്. നിങ്ങളിൽ ആരൊക്കെ നരകത്തിൽ പോവും, ആരൊക്കെ സ്വർഗത്തിൽ പോവും, ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഞാൻ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നിശ്ചയിക്കുക മാത്രമല്ല, അത് ഞാനെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ തന്നെയാണ് നിങ്ങളെ വഴി പഴപ്പിക്കുന്നത്, ഞാൻ തന്നെയാണ് നിങ്ങളെ നേർവഴിയിലാക്കുന്നത്, ഞാൻ തന്നെയാണ് ആരൊക്കെ സ്വർഗത്തിൽ പോകണമെന്നും ആരൊക്കെ നരകത്തിൽ പോകണമെന്നും സ്വർഗവും നരകമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, നമ്മളെയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് എന്നും ഇതേ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് തീരുമാനിച്ചതിന് ശേഷം ആരെയോ കബളിപ്പിക്കാനുള്ള ഒരു കപട നാടകമാണ് എന്നർത്ഥം. അത് നമ്മളെ കബളിപ്പിക്കാനുള്ള കപട നാടകം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളോട് കാര്യം മൂപ്പര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മളോട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് അറിഞ്ഞില്ല എന്നുള്ള കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രഹസനമായി നടത്തുന്ന, ഒരു കപട നാടകമായി നടത്തുന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇഹലോക ജീവിതത്തെ ഒരു ഇടത്താവളമാക്കിയിട്ട് അള്ളാഹു സൃഷ്ടിച്ചു. എല്ലാം അള്ളാഹുവിൻ്റെ ഒരു തമാശ, ഒരു അപ്പച്ചൻ്റെ തമാശ പോലെ ഒരു തമാശ. എന്നിട്ട് അള്ളാഹു തന്നെ സൃഷ്ടിച്ച് അള്ളാഹു തന്നെ തീരുമാനിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണ മൃഗങ്ങളെ, ആ പരീക്ഷണ മൃഗങ്ങൾ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ ആ പരീക്ഷണ മൃഗങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ആ പരീക്ഷണ മൃഗങ്ങളിൽ മഹാഭൂരിപക്ഷത്തെയും തീക്കുണ്ടത്തിലിട്ട് അനന്തകാലം കത്തിച്ചു കൊണ്ടിരിക്കുകയും ആ പരീക്ഷണ മൃഗങ്ങളിൽ കുറച്ച് പേരെ എടുത്തിട്ട് ഈ കള്ളും പെണ്ണും തേനും പാലും ഒഴുകുന്നിടത്ത് കൊണ്ടുപോയിട്ട് പാർപ്പിച്ച് അവരവിടെ സുഖിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ കുറച്ച് പേര് സുഖിക്കുന്നതും മഹാഭൂരിപക്ഷം പേര് അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുന്നതും കണ്ടുകൊണ്ട്, ആ നിലവിളി കേട്ടുകൊണ്ട്, ആ മനുഷ്യഗന്ധം കരിയുന്ന മണം ആസ്വദിച്ചുകൊണ്ട്, ആ പൊളഞ്ഞ് നരകിക്കുന്ന മനുഷ്യരെ കണ്ടുകൊണ്ട് അള്ളാഹു ആകാശത്തിൻ്റെ തട്ടിൻ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. നേരത്തെ വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ ഇരുന്നതുപോലെ അള്ളാഹു ഈ രംഗം കണ്ടുകൊണ്ട് അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. കഥ കഴിഞ്ഞു. കഥ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കഥയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ. ഈ കഥയുടെ ഒരു രത്ന ചുരുക്കമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്?
നമ്മളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി. കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഈ കപട പരീക്ഷണത്തിന് വിധേയമായിട്ട് നരകത്തിൽ പോവുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ കപട പരീക്ഷണത്തിൻ്റെ പരീക്ഷണ മൃഗങ്ങൾ എന്ന നിലയ്ക്ക് അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് എന്തൊക്കെയോ ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് ആൾക്കാർ സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യമോ, ഈ നരകത്ത് കിടക്കുന്ന നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഈ സ്വർഗത്തിൽ കിടക്കുന്ന നമ്മളുടെ ലക്ഷ്യം എന്താണ്? നമ്മളിപ്പോൾ സ്വർഗത്തിലാണ് എത്തിയത് എങ്കിൽ അവിടെ കള്ളും പെണ്ണും തേനും പാലും പിന്നെ മുന്തിരിങ്ങയും മറ്റേ ഈത്തപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഈ ഈത്തപ്പഴം, ഈ മുന്തിരിങ്ങയും, ഈ കുളിക്കുന്ന വെള്ളവും, ഈ സ്വിമ്മിംഗ് പൂളും, ഈ പെണ്ണും, ഈ കള്ളും, ഈ പാലും, ഈ തേനും, ഇതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ജീവിക്കുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? എന്താണ് അതിൻ്റെ ലക്ഷ്യം? അതിനെന്താണ് ലക്ഷ്യം, അതിനെന്താണ് അർത്ഥം എന്ന ചോദ്യം നമ്മൾ ഇപ്പം തന്നെ ചോദിക്കുന്നതിൽ അർത്ഥമില്ലാതെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് പരസ്പരം ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുമല്ലോ മൂല്യന്മാർ, ആ മൂല്യന്മാർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ അവർ വന്ന് ചോദിക്കുന്ന അതേ ചോദ്യം അവിടെ വെച്ച് അവരോട് ചോദിച്ചാൽ അവർ എന്തുത്തരമാണ് പറയുക എന്ന് എനിക്കറിയില്ല. എന്താണിപ്പോൾ ഈ സ്വർഗത്തിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കള്ളും പെണ്ണും തേനുമായിട്ട് കഴിഞ്ഞാൽ അതിനൊരർത്ഥമുള്ളത് എന്താണിപ്പോൾ അതിനൊരു ലക്ഷ്യമുള്ളത്? ഇപ്പുറത്ത് നരകത്തിൽ കിടക്കുന്നവർ അവിടെ കിടന്നിട്ട് ഇങ്ങനെ നരകയാതന അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതിന് അവർക്ക് എന്താണ് ലക്ഷ്യമുള്ളത്? അവർക്ക് അതിൽ നിന്ന് മോചനം നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്താ ലക്ഷ്യമുള്ളത്? അവരനുഭവിക്കുന്ന ആ യാതനകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമുള്ളത്? ഇപ്പുറത്ത് സ്വർഗത്തിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ നരകത്തിൽ നരകിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ സഹജീവികളായ ഈ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ യാതനകൾക്ക് എന്ത് അർത്ഥവും ലക്ഷ്യവുമാണ് ഈ സ്വർഗത്തിൽ കിടക്കുന്നവർ കാണുന്നത്? ഒക്കെ പോട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് ഈ കപട നാടകങ്ങളൊക്കെ കളിച്ചിട്ട് ഈ പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടും ആളുകളെ അല്ലെങ്കിൽ സ്വന്തം സൃഷ്ടികളെ കബളിപ്പിച്ചിട്ട് ഈ ക്രൂരമായിട്ടുള്ള ഈ ഒരു നാടകം നടത്തി ആ നാടകം കണ്ടുകൊണ്ട് ആകാശത്തിൻ്റെ തട്ടുംപുറത്തിരുന്നിട്ട് അനന്തകാലം ഈ ക്രൂര വിനോദം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് ഒരർത്ഥമുള്ളത്? അള്ളാഹുവിൻ്റെ ഈ പ്രവൃത്തിക്ക് എന്താണ് ഒരർത്ഥമുള്ളത്? അള്ളാഹു ചെയ്യുന്ന ഈ ക്രൂര നാടകത്തിന് എന്താണ് ഒരു ലക്ഷ്യമുള്ളത്? അപ്പോൾ ഇസ്ലാം എന്ന ഈ കഥയുടെ രത്ന ചുരുക്കമാണ് ഞാൻ ഈ പറഞ്ഞതെങ്കിൽ ഈ കഥയിലാണോ അതല്ല ഭൗതികവാദികൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ ഭൗതികവാദികൾ മനസ്സിലാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം എങ്ങനെയോ ഉണ്ടായി, അതിൽ നിന്നും പദാർത്ഥങ്ങൾ പരിണമിച്ച് ഒരുപാട് ജീവികളുണ്ടായി, ആ ജീവികളുടെ കൂട്ടത്തിൽ മനുഷ്യർ എന്ന് പറയുന്ന ജീവികളും ഉണ്ടായി, എല്ലാ ജീവികളും ജീവിക്കുന്നത് പോലെ മനുഷ്യരും പ്രകൃതിയായുള്ള ജന്മവാസനകൾക്കനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ മനുഷ്യന് കിട്ടിയിട്ടുള്ള സവിശേഷമായ സിദ്ധികളൊക്കെ ഉപയോഗിച്ച് ഇവിടെ ജീവിച്ച് ആ ജീവിതത്തിൻ്റെ ഭൗതിക ധർമ്മങ്ങളൊക്കെ നിർവഹിച്ച് മരിച്ചു പോകുന്നു. അതിനപ്പുറം ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തേണ്ടതില്ല. മറിച്ച് ഈ ജീവിതം കൂടുതൽ അർത്ഥപൂർണവും കൂടുതൽ സന്തോഷകരവുമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാം എന്ന് കരുതുന്നതാണോ? അതല്ല ഇപ്പോൾ ഈ പറഞ്ഞ കഥയിലെ യാതൊരർത്ഥവുമില്ലാത്ത, യാതൊരു യുക്തിയുമില്ലാത്ത, ഒരു ലക്ഷ്യവുമില്ലാത്ത അർത്ഥശൂന്യമായിട്ടുള്ള ഒരു ഇരുട്ടിൻ്റെ യുക്തിശൂന്യതയുടെ പാതാളത്തിലേക്ക് മനുഷ്യൻ്റെ മൂക്കുകുത്തി വീഴ്ത്തുന്ന ഈ പൊട്ടക്കഥയിലാണോ അർത്ഥവും യുക്തിയും ലക്ഷ്യവുമുള്ളത്? ഞാൻ പറയുന്നു, ഭൗതികവാദി പറയുന്ന അർത്ഥവും ലക്ഷ്യവും എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. അതിന് കൂടുതൽ അർത്ഥം വേണമെങ്കിൽ ആ അർത്ഥം നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ അഭിരുചിക്കും കഴിവുകൾക്കും സിദ്ധിക്കും അനുസരിച്ച് യുക്തിക്കും അനുസരിച്ച് അർത്ഥം കണ്ടെത്തി ഇവിടെ ജീവിക്കാം. അത്രയെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയും ഒരു ഭൗതികവാദിക്ക്. മറിച്ച് ഈ പൊട്ടക്കഥ അവതരിപ്പിക്കുന്ന ആത്മീയവാദിക്ക്, ഈ മതവാദിക്ക് എന്ത് അർത്ഥവും യുക്തിയുമാണ്, എന്ത് ലക്ഷ്യമാണ് ഈ ഒരു പൊട്ടക്കഥയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ളത്? എന്താണ് ഈ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ ലക്ഷ്യം? എന്താണ് ഈ നരകത്തിൽ കിടക്കുന്നവരുടെ ലക്ഷ്യം? എന്താണ് ഈ സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് ആ സ്വർഗ ജീവിതത്തിന് ഒരർത്ഥം? എന്താണ് ഈ നരകത്തിൽ കിടക്കുന്നവർക്ക് ആ നരക ജീവിതത്തിൽ എന്താണ് അർത്ഥം? തിരിച്ച് നരകത്തിൽ കിടക്കുന്നവർക്ക് ഈ സ്വർഗജീവിതം കണ്ടിട്ടോ ഈ സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് ഈ നരകജീവിതം കണ്ടിട്ടോ എന്താണ് ലക്ഷ്യവും അർത്ഥവും ഉണ്ടാകുന്നത്? ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ഈ നാടകം കണ്ടിരിക്കുന്ന ക്രൂര വിനോദക്കാരനായ ഈ പടച്ചോൻ എന്ന് പറയുന്ന ചങ്ങാതിക്ക് ഈ നാടകത്തിലൂടെ എന്ത് ലക്ഷ്യമാണ്, എന്ത് അർത്ഥമാണ് അയാളുടെ ജീവിതത്തിനുള്ളത്? ഇതിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. അപ്പോൾ
അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെയാണ്. ഭൗതികവാദിക്ക് തൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ലക്ഷ്യവുമില്ല, ഒരു യുക്തിയുമില്ല എന്ന് നമ്മളുടെ മേൽ ആരോപണം ഉന്നയിച്ചിട്ട് അതിന് പകരം വെക്കാൻ കൊണ്ടുവരുന്ന കഥയ്ക്ക് ഈ ഭൗതികവാദി പറയുന്ന അർത്ഥത്തിൻ്റെയോ ലക്ഷ്യത്തിൻ്റെയോ 100-1 പോലും അർത്ഥവും ലക്ഷ്യവുമില്ല. അത് ഭൗതികവാദി ഏത് പാതാളത്തിലാണോ കിടക്കുന്നത് അതിനേക്കാളും അതിഭീകരമായ പാതാളത്തിലാണ് ഈ കഥ നമ്മളെ കൊണ്ട് ചാടിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പൊട്ടക്കഥയാണോ അതോ ഭൗതികവാദി പറയുന്ന യാഥാർത്ഥ്യങ്ങളാണോ കുറച്ചെങ്കിലും അർത്ഥമുണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ നമുക്ക് പല വഴികളുമുണ്ട്. പക്ഷേ ഈ കഥയിലൂടെ നമ്മുടെ ജീവിതത്തിന് എന്ത് അർത്ഥമാണ് ലഭിക്കുന്നത്, എന്ത് യുക്തിയാണ് ലഭിക്കുന്നത്? ഇതാണ് ഇസ്ലാം എന്ന കഥയുടെ ആകെത്തുക മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. മറ്റൊന്ന്, ഇനിയിപ്പോൾ നമ്മളോട് ഇടപാടും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കാറ്റലോഗും ഏജൻറ്റുമാരെയും പോസ്റ്റ്മാൻമാരെയൊക്കെ പറഞ്ഞയച്ചിട്ട് അള്ളാഹു എന്ന് പറയുന്ന ദൈവം ആകാശത്ത് വിളിച്ചിരിക്കുന്നത്. നമ്മളടുത്തേക്ക് ഒരു ഇടപാടും കൊണ്ട് ഒരാൾ വരുമ്പോൾ, അതും ഇടപാടുകാരൻ നേരിട്ട് വരുന്നതിന് പകരം അയാൾ ഒരു ഇടനിലക്കാരനെ പറഞ്ഞയച്ചിട്ട് നമ്മളടുത്തേക്ക് ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ, നമ്മൾ ആ ഇടപാടുകാരൻ ആരാണ്, എന്താണ്, അയാളുടെ ഉദ്ദേശ്യം എന്താണ്, നമ്മളും അയാളും തമ്മിലുള്ള ആ ഇടപാട് കൊണ്ട് നമുക്കും അയാൾക്കും എന്താണ് കിട്ടാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനുള്ള ഒരു അവകാശം ഈ ഇടപാടിന് പോകുന്ന നമ്മൾക്ക് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പറയാണ്, എന്നെ ഇന്ന ആളാണ് പറഞ്ഞയച്ചിട്ടുള്ളത്, ഏതെങ്കിലും ഒരു ആചാര പേര് പറഞ്ഞു, ആ ആചാരാണ് എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്, അയാൾക്ക് ഇപ്പോൾ അടിയന്തരമായിട്ട് നിങ്ങളൊരു 10 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ 10 ലക്ഷം റുപ്യ എൻ്റെ കയ്യിൽ തരാം, ഞാൻ ആചാര്യക്ക് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ ഈ ആചാരെ പറ്റി നമ്മളൊന്നും കേട്ടിട്ടില്ല, അയാളുടെ പേരും മേൽവിലാസമൊന്നും നമുക്കറിയില്ല, അങ്ങനെ ഒരു ആചാരം ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ വന്ന ഏജൻറ്റിന് ഒന്നും ആലോചിക്കാതെ നമ്മുടെ പത്തായത്തിൽ പോയിട്ട് 10 ലക്ഷം ഉറുപ്പിക എടുത്തിട്ട് ഈ ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തയക്കുമോ നമ്മളാരെങ്കിലും? ഇല്ല. കാരണം ഈ 10 ലക്ഷം രൂപ, നമ്മളുടെ 10 ലക്ഷം രൂപ നമ്മളറിയാത്ത ഒരാൾക്ക് കൊണ്ടു കൊടുക്കണം എന്ന് അയാളല്ലാത്ത ഒരു ഏജൻറ്റ് വന്ന് നമ്മളടുത്ത് ആവശ്യപ്പെട്ടാൽ നമ്മൾക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്നറിയണം, ആ ആൾ എന്തിനാണ് നമ്മളിൽ നിന്ന് 10 ലക്ഷം ചോദിക്കുന്നത് എന്നറിയണം, ഇയാളിങ്ങനെ ഇടനിലക്കാരൻ അയച്ചിട്ടുണ്ടോ എന്നറിയണം, ഈ ഇടനിലക്കാരൻ ഫേക്കാണോ ഒറിജിനലാണോ എന്നറിയണം, എന്താണ് ഈ ഇടപാടിൻ്റെ യഥാർത്ഥ വിശദാംശങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്കത് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ നമ്മൾ നമ്മുടെ കയ്യിലുള്ള 10 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് ഈ ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തയക്കുള്ളൂ. ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത, മേൽവിലാസമില്ലാത്ത ഒരാൾ ഒരു ഏജൻറ്റിനെ പറഞ്ഞയച്ചിട്ട് നമ്മളടുത്തൊരു ഇടപാട് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ അവകാശമുള്ളവരല്ലേ, നമ്മുടെ അവകാശമല്ലേ അതറിയേണ്ടത്. അപ്പോൾ അത് ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ചങ്ങാതി നമ്മളെ അടുത്തേക്ക് ഏജൻറ്റുമാരെ പറഞ്ഞയച്ചുകൊണ്ട് നമ്മളോട് പറയുന്ന ഇടപാടിനും ഈ പറഞ്ഞത് ബാധകല്ലേ? ചില്ലറ ഇടപാടൊന്നല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും 5 നേരം അയാളെ കുമ്പിട്ട് വണങ്ങണമെന്നും സദാസമയം അയാളെ സ്തുതിച്ചുകൊണ്ടിരിക്കണമെന്നും നമ്മളുടെ ജീവിതം മൊത്തം അയാൾ കൊടുത്തയച്ച, ഈ ഏജൻറ്റിൻ്റെ കൈവശം കൊടുത്തയച്ച ഈ കാറ്റലോഗിൽ പറയുന്നത് അനുസരിച്ച് ചിട്ടപ്പെടുത്തണമെന്നുള്ള, നമ്മുടെ ജീവിതത്തെ ആകെ മൊത്തം കീഴ്പ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ അടിമത്വത്തിൻ്റെ ഇടപാടാണ് അയാൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിൽ 10 ലക്ഷം ഉറുപ്പിക ചോദിക്കുന്നത് പോലെ 10 ലക്ഷം കൊടുത്താൽ അതാണ് പോയി എന്നുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ജീവിതം മൊത്തം ഒരാൾക്ക് അടിമപ്പെടുത്തണം എന്ന അതിഭീകരമായ ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഒരു ഏജൻറ്റ് വന്ന് നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ, അയാളൊരു മെസ്സേജ് കൊണ്ടുവന്ന് തരുമ്പോൾ, ആരാണ് അയാൾ എന്ന് നമ്മൾ ചോദിക്കില്ലേ? എന്താണ് അയാളുടെ മേൽവിലാസം എന്ന് ചോദിക്കില്ലേ? അയാൾക്ക് നമ്മളുടെ അടിമത്വം ചോദിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കറിയണ്ടേ? അയാളും നമ്മളും തമ്മിലുള്ള ഇടപാട് എന്താണ് എന്നറിയണ്ടേ? അതൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ട് ഈ ഏജൻറ്റ് ഒറിജിനലാണോ ഫേക്കാണോ എന്നൊക്കെ ബോധ്യപ്പെട്ടിട്ടല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഒരു വ്യാജ ഏജൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് ബോധ്യമില്ലാത്ത ഒരാൾക്ക് അടിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരമൊന്നുമില്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഏജൻറ്റുമാരെ പറഞ്ഞയച്ച് ആകാശത്ത് ഒളിച്ചിരുന്നു കൊണ്ട് ഈ ഏജൻറ്റുമാരെ പറഞ്ഞയച്ചു എന്ന് പറയുന്ന ദൈവത്തിന്
നമ്മളുടെ ആരാധന കിട്ടുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്ന് നമ്മൾ അറിയണ്ടേ? നമ്മൾ അയാളെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ഇടപാട് ആയിട്ട് വരുമ്പോൾ, ആരാധിക്കുക എന്നല്ല പറഞ്ഞത്, ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അടിമത്തം എന്നാണ് അർത്ഥം. അപ്പോൾ പൂർണ്ണമായ അടിമത്തം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഒരു ഏജൻറ്റിനെ പറഞ്ഞയക്കുമ്പോൾ എന്തിനാണ് അയാൾക്ക് നമ്മുടെ അടിമത്തം എന്ന് ചോദിക്കണ്ടേ? നമ്മൾ അയാൾ ആരാണ് എന്ന് നമ്മൾ ചോദിക്കണ്ടേ? എന്താണ് അയാളുടെ ലക്ഷ്യമെന്ന് നമ്മൾ അറിയണ്ടേ? എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് നമ്മൾ അറിയണ്ടേ? അയാൾക്ക് എന്തിൻ്റെ പ്രശ്നമാണുള്ളതെന്ന് നമ്മൾ അറിയണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഈ കഥയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഞാൻ ചോദിക്കുന്നു, എല്ലാം തികഞ്ഞ പരിപൂർണനായിട്ടുള്ള ഒരാളാണ് അയാൾ എന്നാണ് നമ്മളടുത്ത് വന്ന ഈ ഏജൻറ്റ് അയാളുടെ കാറ്റലോഗിലൂടെ നമ്മളോട് പറയുന്നത്. അയാളുടെ ഈ ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുന്ന ഈ അജ്ഞാതൻ്റെ ക്വാളിറ്റികൾ മുഴുവൻ ഈ കാറ്റലോഗിൽ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അയാളുടെ ഏജൻറ്റുമാരെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? അയാൾ എല്ലാം തികഞ്ഞിരിക്കുന്ന പരിപൂർണനാണ് എന്ന് ഈ കാറ്റലോഗിൽ പറയുന്നുണ്ട്. ഇനി ഒന്നും നേടാനില്ലാത്ത സർവസമ്പൂർണമായിട്ടുള്ള അവസ്ഥ. അതുമാത്രമല്ല, അയാൾക്ക് ആരെയും ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയുണ്ട്. അയാൾ സ്വയം പൂർണ്ണനും സ്വയം പര്യാപ്തനുമാണ്. അയാൾക്ക് ആരുടെയും ഒരു നിലക്കുള്ള സഹായവും ആവശ്യമില്ല. അയാൾ ഒന്നിനെയും ആരെയും ആശ്രയിക്കുന്നില്ല. അയാളെല്ലാം തികഞ്ഞിരിക്കുന്ന സർവസമ്പൂർണനാണ് എന്ന് ഈ കിതാബിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്തിനാണ് പിന്നെ നമ്മളുടെ ഇബാദത്തും നമ്മളുടെ ആരാധനയും നമ്മളുടെ സ്തുതിയും നമ്മളുടെ കീർത്തനങ്ങളും എന്തിനാണ് ചോദിക്കണ്ടേ? നമ്മൾ ആ ഇടപാടിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അതറിയാനുള്ള അവകാശം നമുക്കില്ലേ? തീർന്നില്ല. അയാൾ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ച് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അയാൾ പരീക്ഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സർവജ്ഞാനിയാണ് എന്നാണ് പറയുന്നത്. സർവജ്ഞാനി എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് അതനുസരിച്ച് മാത്രം കാര്യം നടക്കുന്നു എന്ന് പറയുന്ന ഒരാൾ ഒരു പരീക്ഷണത്തിന് തയ്യാറായി ഒരു പരീക്ഷണശാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ ലക്ഷ്യം? അത് നമ്മൾ അറിയണ്ടേ? അയാൾക്ക് എന്തിനും സാധിക്കും, സർവശക്തനാണെന്നാണ് പറയുന്നത്. അയാൾ എന്ത് വിചാരിച്ചാലും അതൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കഴിവുള്ള ഒരാൾക്ക് എല്ലാ സൃഷ്ടികളും തന്നെ ആരാധിച്ചു കൊണ്ടിരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ സൃഷ്ടികളും അയാളെ ആരാധിക്കുന്നവരായിട്ട് സൃഷ്ടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അയാൾ അങ്ങനെ സൃഷ്ടിക്കാതെ ഭൂരിപക്ഷ ആളുകളും തന്നെ ആരാധിക്കാത്തവരാകണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചു വിട്ടിട്ട് അതിന് ഒരു കാരണമുണ്ടാക്കി കബളിപ്പിച്ചുകൊണ്ട് ഈ നരകത്തിലിട്ടവരെ, നിത്യനരകത്തിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാതെയാണ് അയാൾ ഇതൊക്കെ ചെയ്തത് എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ പാരമ്യത്തിലെത്തിയ ആളാണ്, പരമകാരുണികനാണെന്നാണ്. പരമകാരുണികനായ ഒരാൾ തൻ്റെ സൃഷ്ടികളെ ബോധപൂർവം നരകം നിറക്കാൻ വേണ്ടി സൃഷ്ടിക്കുകയും ആ നരകത്തിലിട്ട് കത്തിച്ച് അവർ വേദന അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും ആ കാഴ്ച അനന്തമായിരുന്ന ആകാശത്തിൽ നിന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെങ്കിൽ അയാളുടെ പാരമ്യത്തിലെത്തിയ കാരുണ്യം ഏത് തരം കാരുണ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഈ ഏജൻറ്റുമാരോട് നമ്മൾ പറയില്ലേ? സർവശക്തനും സർവജ്ഞാനിയും മഹാകാരുണ്യവാനും എല്ലാമായിട്ടുള്ള ഒരു പടച്ചോൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടാൽ അയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് അറിയാനുള്ള നമ്മുടെ അവകാശം, ആ അവകാശം വെച്ചുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കില്ലേ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഈ ഏജൻറ്റുമാർ എന്നിട്ട് അതിനൊക്കെ പറയുന്ന മറുപടി എന്താണ്? ഏജൻറ്റുമാർ പറയുന്ന മറുപടി, നമ്മൾക്ക് അങ്ങനെയൊന്നും ചോദിക്കാനുള്ള യാതൊരു അവകാശവുമില്ല, റൈറ്റില്ല. നമ്മൾ ഈ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കുകയും ഈ പറഞ്ഞത് അങ്ങോട്ട് അനുസരിക്കുകയും ചെയ്താൽ മതി. ഇടപാടിന് പറഞ്ഞയച്ച ആൾക്ക് അയാളുടെ മേൽവിലാസം നമ്മൾ അറിയേണ്ടതില്ല, അയാളുടെ സ്വഭാവങ്ങൾ നമ്മൾ അറിയേണ്ടതില്ല. അയാൾ പറഞ്ഞയച്ചത് എന്തോ, അയാൾ കൊടുത്തയച്ചത് എന്തോ അതിലുള്ളത് കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ മതി. നമ്മൾ എന്തിനാണ് അയാൾക്ക് ഇടപാട് നടത്തുന്നത് എന്ന് നമ്മൾ അയാളോട് ചോദിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നുള്ള അവകാശം നമ്മളില്ല. നമ്മൾ അന്ധമായിട്ട്
ഈ അടിമത്വം അംഗീകരിച്ചാൽ മതി എന്നാണ് അതിന് മറുപടി പറയുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട്, ഇതിലൊക്കെയുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാനൊന്നും നമുക്ക് കഴിവില്ല, അതിനൊന്നുള്ള ബുദ്ധിയും യുക്തിയൊന്നും നമുക്ക് മൂപ്പര് തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ യുക്തിക്ക് പരിമിതിയുണ്ട്. ആ പരിമിത യുക്തി കൊണ്ട് മൂപ്പരുടെ ലക്ഷ്യങ്ങളും ഇടപാടുകളും ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി എന്നാണ് ഈ ഏജൻറ്റ് വന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജൻ്റ് ആരാണ് എന്ന് നമുക്കറിയണ്ടേ? ആ ഏജൻറ്റ് സത്യസന്ധനാണോ, അല്ലെങ്കിൽ അയാൾ കപടനാണോ, അയാൾ ഫേക്കാണോ, അയാൾക്ക് വട്ടായതാണോ എന്നൊക്കെ അറിയാനുള്ള അവകാശം നമുക്കില്ലേ? അത് നമ്മൾ പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കുമ്പോഴും നമുക്ക് യുക്തിക്ക് നിരക്കുന്നതോ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള യാതൊരു തെളിവും നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നതെങ്കിൽ ഈ ഇടപാട് മൊത്തം ഫേക്കാണ് എന്നല്ലേ നമുക്ക് ബോധ്യപ്പെടുക. അതാണ് ഇസ്ലാം എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ കഥയുടെ രത്നച്ചുരുക്കത്തിൽ തന്നെ ഇത്രയും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ, ഇനി ഈ കഥയുടെ വിശദാംശങ്ങൾ പറയുന്ന കാറ്റലോഗിലെ വൈരുദ്ധ്യങ്ങളുടെ അവസ്ഥ എന്താണ്? അതാണ് ഇനി നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കഥയും ആ കഥയുടെ വിശദാംശങ്ങളും ഖുർആൻ എന്ന ഈ പുസ്തകത്തിൽ, അതാണല്ലോ അള്ളാഹു കൊടുത്തയച്ചു എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളെല്ലാം നമ്മൾ നിരത്തി വെച്ച് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആകെ മൊത്തം ഇത് ഫ്ലോപ്പാണെന്നും ആകെ മൊത്തം ഫേക്കാണ് എന്നും ബോധ്യപ്പെടുന്നത്. ഇനി ഞാൻ അള്ളാഹു നമുക്ക് ഏജൻ്റ് മുഖേന കൊടുത്തയച്ചു എന്ന് പറയുന്ന ഈ കാറ്റലോഗ് പുസ്തകത്തിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ കഥയുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളാണ് തുറന്നു കാണിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ ഖുർആൻ ക്ലാസ്സിലും മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ആ പുസ്തകത്തിൽ പറയുന്ന ഏറ്റവും വലിയ ഒരു തമാശ, ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആ പുസ്തകത്തിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന്. വൈരുദ്ധ്യങ്ങളില്ല എന്നല്ല പറയുന്നത്, ഇത് അള്ളാഹു എന്ന് പറയുന്ന ദൈവം കൊടുത്തയച്ചതല്ലായിരുന്നുവെങ്കിൽ അതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും നിങ്ങൾ കാണുമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ 2 വൈരുദ്ധ്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. ഒന്ന്, ഒരു പുസ്തകത്തിൽ വൈരുദ്ധ്യങ്ങൾ ഒന്നും കാണുന്നില്ല എങ്കിൽ ആ പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകമാണ് എന്നതാണ് അതിലുള്ള ഒരു വൈരുദ്ധ്യം, ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ആവാം എന്ന മറ്റൊരു കോമഡി കൂടി അതിനകത്തുണ്ട്. അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ദൈവത്തിൻ്റേതല്ലാത്ത പുസ്തകങ്ങൾ നിറയെ വൈരുദ്ധ്യങ്ങളായിരിക്കും എന്ന ഈ പ്രസ്താവന എത്രത്തോളം യുക്തിസഹമാണ്? ഞാൻ നോക്കിയപ്പോൾ ദൈവത്തിൻ്റേതെന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള ഈ പുസ്തകത്തിലുള്ള അത്ര വൈരുദ്ധ്യങ്ങൾ ലോകത്തൊരു പുസ്തകത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. ഖുർആനിലുള്ള അത്ര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകം ലോകത്തുനിന്ന് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വെല്ലുവിളിക്കാം. ഖുർആനിലുള്ള അത്ര വൈരുദ്ധ്യങ്ങൾ ലോകത്ത് മനുഷ്യനുണ്ടാക്കിയ ഒരു പുസ്തകത്തിലുമില്ല, ഉണ്ടാവുക സാധ്യമല്ല. അത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നത്. എന്നിട്ട് ആ ഖുർആൻ നമ്മളോട് പറയാണ് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ആദ്യത്തെ പുസ്തകം ഖുർആനാണ്. ഇനി വൈരുദ്ധ്യങ്ങളില്ലാത്ത പുസ്തകങ്ങളൊക്കെ ദൈവത്തിൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ മനുഷ്യന്മാർ, തലക്ക് വെളിവുള്ള മനുഷ്യന്മാർ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒട്ടുമിക്ക പുസ്തകങ്ങളും ദൈവത്തിൻ്റെ പുസ്തകങ്ങളായിരിക്കും. കാരണം ഒരാൾ ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരു ലക്ഷ്യത്തോടു കൂടി ബോധപൂർവം ഒരു പുസ്തകം വളരെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കി എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ വൈരുദ്ധ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒറ്റപ്പാലത്ത് പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം. നിങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ കണക്കിൻ്റെ ടെക്സ്റ്റ് പുസ്തകം, പാഠപുസ്തകം എടുത്തു വെച്ച് നോക്കാം. ഏതെങ്കിലും ഗണിതശാസ്ത്രത്തിൻ്റെ പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമോ? ഒരു വൈരുദ്ധ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം 5ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകം ദൈവിക ഗ്രന്ഥമാണ്, ദൈവം കൊടുത്തയച്ചതാണെന്നാ? 10ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകം ദൈവിക ഗ്രന്ഥമാണോ? അതിനകത്ത് വൈരുദ്ധ്യങ്ങളില്ല എന്നതുകൊണ്ട്? അപ്പോൾ വൈരുദ്ധ്യങ്ങളില്ലാത്ത പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്.
അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ വൈരുദ്ധ്യങ്ങളാണ്. കാരണം ആ പറയുന്നത് തന്നെ മണ്ടത്തരമാണ്, ആ പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. അതുകൂടാതെ നൂറുകണക്കിന് പ്രകടമായ വൈരുദ്ധ്യങ്ങൾ ഖുർആനിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഖുർആനിലുള്ള വൈരുദ്ധ്യങ്ങൾ ഞാൻ മുമ്പ് അതേ വിഷയത്തിൽ തന്നെ 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നതോടൊപ്പം തന്നെ പുതിയ ഒരുപാട് വൈരുദ്ധ്യങ്ങളും കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ അടുത്ത പാർട്ടിൽ ഖുർആൻ എടുത്തു വെച്ച് ഖുർആനിലുള്ള വൈരുദ്ധ്യങ്ങൾ, പ്രത്യേകിച്ച് ഖുർആനിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സൃഷ്ടികഥ മുതൽ ഈ സ്വർഗത്തിലും നരകത്തിലും എത്തുന്നത് വരെയുള്ള ഈ കഥയുടെ മൊത്തം കണ്ടന്റ് ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്യാം.